ചരിത്രപ്രസിദ്ധമായ പുറ്റിങ്ങൽ മീനഭരണി മഹോത്സവം. ചരിത്രപ്രസിദ്ധമായ പുറ്റിങ്ങൽ മീനഭരണി മഹോത്സവവും പുറ്റിങ്ങൽ മീനഭരണി മഹോത്സവത്തിലെ ഏറ്റവും സുപ്രധാന ചടങ്ങുകളിൽ ഒന്നായ അശ്വതി വിളക്കും ഈ വരുന്ന 2025 മാർച്ച് 31 തിങ്കളാഴ്ച നടക്കും. അന്നേ ദിവസമാണ് ഗജമേളയും കുടമാറ്റവും മറ്റും സജ്ജീകരിച്ചിരിക്കുന്നത്. അന്നേ ദിവസം പങ്കെടുക്കുന്ന ഗജവീരന്മാരെയും അവരെ നേർച്ചയായി അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്ന പുരാഘോഷ കമ്മിറ്റികളെയും വ്യക്തികളെയും സംബന്ധിക്കുന്ന വീഡിയോയാണിത്. ചരിത്രപ്രസിദ്ധമായ പുറ്റിങ്ങൽ മീനഭരണി മഹോത്സവത്തിന് പുറ്റിങ്ങൽ അശ്വതി വിളക്കിനും പുറ്റിങ്ങൽ ഗജമേളയ്ക്കും തുടക്കം കുറിച്ചുകൊണ്ട് ഇക്കൊല്ലം പുറ്റിങ്ങൽ തമ്പുരാട്ടിയുടെ പൊൻതുടമ്പിന് ശിരസാൽ വഹിക്കുവാൻ പുറ്റിങ്ങൽ പൂരത്തെ നയിക്കുവാനും കാളിപ്രിയ ഗജരത്നം തടത്താവിള രാജശേഖരൻ കാർമ്മികത്വം വഹിക്കും. മാതംഗ ചൈതന്യ ശ്രേഷ്ഠൻ കുന്നത്തൂർ കുട്ടിശങ്കരൻ, മിഥുൻ പ്രസന്നൻ പൂക്കുളം എന്ന വ്യക്തി നേർച്ചയായി സമർപ്പിക്കുന്ന ഗജവീരൻ. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ യുവരാജ് കൊടുമുടി പുത്തൻകുളം അനന്തപത്മനാഭൻ അശ്വതി ദിവസം പുറ്റിങ്ങൽ പൂരത്തിന് ദേവസ്വം വകയായി എത്തുന്നു എന്ന ഒരു പുതിയ അപ്ഡേറ്റ് ലഭിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വിന്നേഴ്സ് വെട്ടുവിള പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുമാണ്. യുവരാജ പ്രജാപതി മീനാട് കേശു അവരുടെ പൊൻതിടമ്പിന് അവകാശിയായി എത്തുമ്പോൾ ചണ്ടക്കാരൻ കലാസമിതി അവരുടെ ഗജവീരനെ തട്ടകത്തമ്മയുടെ മണിലേക്ക് സ്വീകരിച്ചാനയിക്കും എന്നും അറിയിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പരകുളം ആനപ്രേമി സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഗജ സൗമ്യ സുന്ദരൻ ഉണ്ണിമങ്ങാട് ഗണപതിയാണ് ഇക്കൊല്ലവും അവരുടെ ഗജവീരനെന്നും ആഞ്ജനേയ വിശ്വരുദ്ര അവരുടെ ഗജവീരന് കൂടുതൽ അഴകേകുമെന്നും സഹസ്ര കലാസമിതി അവരുടെ ഗജരാജനെ തട്ടകത്തമ്മയുടെ മണിലേക്ക് സ്വീകരിച്ചാനയിക്കുമെന്നും അറിയിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചാൽ തറക്കൂട്ടം പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും യുവരാജ മന്നാടിയാർ പേരൂർ ശിവൻ അവരുടെ ഗജവീരനായി കടന്നു വരുമെന്നും ഇരുമ്പനങ്ങാട് വട്ടമ്മൺകാവ് മണികണ്ഠൻ വെള്ളയപ്പൻ്റെ മാനസപുത്രൻ വട്ടമ്മൺകാവ് മണികണ്ഠൻ അശ്വിൻ ശ്രീധരവിലാസം എന്ന വ്യക്തിയുടെ വകയായി പുറ്റിങ്ങൽ മീനഭരണി മഹോത്സവത്തിനെത്തും. കൊച്ചാൽ തറക്കൂട്ടത്തിൻ്റെ കൂടെ ആയിരിക്കും ഗജവീരൻ കടന്നു വരിക എന്നാണ് നമുക്ക് ഇതുവരെയും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാദം കലാസമിതി അവരുടെ ഗജവീരന്മാരെ തട്ടകത്തമ്മയുടെ മണിയിലേക്ക് സ്വീകരിച്ചാനയിക്കുമെന്നും ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ക്ലാവർ പൗരസമിതി പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഗജസാമ്രാട്ട് ചിറക്കര ശ്രീറാമാണ് അവരുടെ ഈ വർഷത്തെയും ഗജവീരൻ എന്ന് അറിയിക്കുന്നു. ഗജമിത്ര ഇഞ്ചമുടി അവരുടെ ശ്രീറാമിന് കൂടുതൽ അഴകേകും. ബ്ലൂ വെയിൽസ് ശിങ്കാരിമേളം അവരുടെ ഗജരാജനെ തട്ടകത്തമ്മയുടെ മണിയിലേക്ക് സ്വീകരിച്ചാനയിക്കുമെന്നും അറിയിക്കുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ യങ് സ്റ്റാർ പുറ്റിങ്ങൽ പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും തെക്കിന്റെ വജ്രായുധം യുവരാജ വൈഡൂര്യം ആമ്പാടി ബാലനാരായണനാണ് അവരുടെ ഗജവീരൻ എന്നറിയിക്കുന്നു. ദൃശ്യകലാ ശിങ്കാരിമേളം അവരുടെ ഗജരാജനെ തട്ടകത്തമ്മയുടെ മണിയിലേക്ക് സ്വീകരിച്ചാനയിക്കും. മറ്റൊരു സുപ്രധാന അപ്ഡേറ്റിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ യുവജന സമിതി കുറുമണ്ഡൽ എ പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ആനകേരളത്തിന്റെ യുവരാജാവ് നന്ദിലത്ത് ഗോപാലകൃഷ്ണനാണ് അവരുടെ ഗജവീരനെന്നും കാവിലമ്മ ആനച്ചമയം അവരുടെ ഗജരാജന് കൂടുതൽ അഴകേകുമെന്നും BM കലാസമിതി അണിയിച്ചൊരുക്കുന്ന മേളം അവരുടെ ഗജരാജനെ തട്ടകത്തമ്മയുടെ മണിയിലേക്ക് സ്വീകരിച്ചാനയിക്കുമെന്നും ഇപ്പോൾ അറിയിക്കുന്നു. മറ്റൊരു അപ്ഡേറ്റ് പുറ്റിങ്ങൽ മേളരാവ് നേർച്ചയായി സമർപ്പിക്കുന്നത് കൂട്ടായ്മ ആനപ്രേമി സംഘത്തിന്റെ ഭാഗത്തു നിന്നും പുറ്റിങ്ങൽ മേളരാവ് 2025 എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ഡ പരിപാടി അന്നേ ദിവസം മാർച്ച് 31 രാത്രി 8 മണി മുതൽ പുറ്റിങ്ങൽ ക്ഷേത്ര മൈതാനത്ത് നടക്കും. ആട്ടം കലാസമിതിയും തേക്കിൻകാട് ബാൻഡും ചേർന്ന് അവതരിപ്പിക്കുന്ന മെഗാ സ്റ്റേജ് ഷോ ഉണ്ടായിരിക്കുന്നതാണെന്നും ഇപ്പോൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പുറ്റിങ്ങൽ ഉത്സവത്തിൻ്റെ സുപ്രധാന ദിവസമായ ഏപ്രിൽ 1 പുറ്റിങ്ങൽ മീനഭരണി ദിനത്തിൽ വിധു പ്രതാപ് നയിക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കുമെന്നും അറിയിക്കുന്നു. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളറിഞ്ഞ അറിവുകൾ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ ഫ്രം കിരൺ.